നിഗൂഢ ലക്ഷ്യമുണ്ട്. പ്രതിപക്ഷം വനിതാ സംവരണത്തിന് അനുകൂലമല്ല എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കാനാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഒരു അവാസ്തവ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ത്രിതല പഞ്ചായത്തിൽ 50% വനിതാ സംവരണമുണ്ട്. മറ്റു പല ബീഹാറിലുണ്ട്, മറ്റു പല സ്ഥലത്തുമുണ്ട്. അപ്പം ഇന്ത്യയിലെ ഇന്ന് വനിതാ സംവരണത്തിന് അനുകൂലമല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല. അത് നടപ്പാക്കുന്നതിനാകെ തടസ്സം ഇത് വേണമെന്ന് പറയുന്ന BJP. അവർ ഇത് നടപ്പാക്കാൻ വേണ്ട നടപടി എടുക്കുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ തമിഴ്നാട് നിയമസഭ കഴിഞ്ഞ ദിവസം പാസ്സാക്കിയ പ്രമേയം എന്താ? ഇപ്പം ലോക്സഭയിൽ നിലവിലുള്ള 543 സീറ്റിലും അതുപോലെ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള സീറ്റുകളിലും 1/3 സ്ത്രീ സംവരണം നടപ്പാക്കൂ. നമ്മളെല്ലാം അനുകൂലമാണ്. ഇവിടെ തർക്കവിഷയം എന്താ? ഡീലിമിറ്റേഷൻ്റെ കൂടെ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് വനിതാ സംവരണം. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മണ്ഡല പുനർനിർണയം. മണ്ഡല പുനർനിർണയത്തിനകത്ത് ചില കള്ളക്കളി നടത്താൻ RSSനും BJPക്കും പദ്ധതിയുണ്ട്. അതവർ ചെയ്തതാണ് ജമ്മു കാശ്മീരിൽ നടത്തിയ പരിമിതമായ മണ്ഡല പുനർനിർണയത്തിൽ. ആസാമിൽ പരിമിതമായ മണ്ഡല പുനർനിർണയം നടത്തിയെടുത്തും ജെറിമാൻഡറിങ് നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി വ്യത്യസ്ത പ്രദേശങ്ങളെ പ്രത്യേക തരത്തിൽ പുനർവിഭജിക്കപ്പെട്ട മണ്ഡലങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കുകയോ വേർപെടുത്തുകയോ ചെയ്യുക. ആ തട്ടിപ്പ് തിരിച്ചറിയാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മണ്ഡല പുനർനിർണയവുമായി കൂട്ടിക്കെട്ടാതെ വനിതാ സംവരണം ഇന്നുള്ള സീറ്റുകൾക്ക് അനുവദിക്കണം. പിന്നെ സീറ്റ് എപ്പോഴെങ്കിലും വർദ്ധിപ്പിക്കാനൊക്കെ പാർലമെൻറ്റ് തീരുമാനിക്കുമ്പോൾ അപ്പോൾ അതനുസരിച്ച് ആനുപാതികമായിട്ട് വനിതാ സംവരണം കൂടും. അപ്പോൾ അതുകൊണ്ട് വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും RSSനും ഒരു കള്ളക്കളിയുണ്ട്. അത് പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, മഹാത്മാഗാന്ധിയെ വധിച്ച ഗോഡ്സെ ശിക്ഷിക്കപ്പെടുകയും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗോഡ്സെയുടെ പ്രേതങ്ങൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. അത് ഉന്നതമായ അധികാര ശ്രേണികളിലുണ്ട്. ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഗോഡ്സെയുടെ പ്രേതങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നതാണ്. മാവോയിസ്റ്റുകളും നക്സലൈറ്റുകളും എന്നും പറയുന്നവർ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അംഗീകരിക്കുന്നില്ല മാവോയിസ്റ്റുകളുടെ ഈ ഒറ്റപ്പെട്ട സാഹസിക പ്രവർത്തനം. അവരുടെ നിലപാടിനെയും അവരുടെ പ്രവർത്തന ശൈലിയെയും ഒക്കെ CPIയും CPIMും CPIML ലിബറേഷനും ഒക്കെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ഈ ആദിവാസികളുടെ ഇടയിലെല്ലാം പോയി നിന്നിട്ട് അവരുടേതായ രീതിയിൽ സായുധ സമരമെല്ലാം നടത്തുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ആദിവാസികളുടെയും എല്ലാം ജീവിതം അത്യന്തം ദയനീയമാണ്. അവരുടെ ജീവിതം മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ നക്സലിസത്തിന് വിരാമം ഇടേണ്ടത്. അതിന് പകരം മോഡിയും അമിത്ഷായും കൂടെ എന്താ ചെയ്തത്? ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് വിചാരണയ്ക്ക് വിധേയരാക്കാതെ ഭരണകൂട ഭീകരത എന്ന് നിർവചിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇവരെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നക്സലിസം മാവോയിസം അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അംഗീകരിക്കാൻ കഴിയാത്തതാണ് അവരെ പിടികൂടി നിയമവ്യവസ്ഥയ്ക്ക് വിധേയമാക്കി അവരെ ശിക്ഷിക്കുന്നതിന് പകരം പോലീസിനെ ഉപയോഗിച്ച് ഫേക്ക് എൻകൗണ്ടറുകൾ, വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെ അവരെ ഉന്മൂലനാശം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഇന്നിപ്പോൾ നരേന്ദ്രമോദിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ വിദ്യാർത്ഥി വിരുദ്ധ യുവാക്കൾക്കെതിരായ ജനങ്ങൾക്കെതിരായ നടപടികളെ വിമർശിക്കാനും സമരത്തിലൂടെ ചോദ്യം ചെയ്യാനും ജന്തർ മന്തർ സമരം പോലുള്ള സമരങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇതെല്ലാം അർബൻ നക്സലൈറ്റുകളുടെ സ്വാധീനത്തിലാണ് നടക്കുന്നതെന്നുള്ള ഒരു വ്യാജ ആഖ്യാനം, കള്ളപ്രചാരം അത് നടത്താനാണ് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഉള്ള ഗൂഢലക്ഷ്യങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.